ഹായ്, റഫീഖാണ്. റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ജംഗ്ഷനിലാണ്. ഈ മുണ്ടൂർ ജംഗ്ഷനിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരെ നമുക്ക് കോഴിക്കോട് ഹൈവേ, ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ചെർപ്പുളശ്ശേരി കോങ്ങാട്, ഇത് പാലക്കാട് നിന്ന് വരുന്ന റോഡ്. ഈ ജംഗ്ഷൻ്റെ അവിടുന്ന് നമ്മൾ ഈ മുണ്ടൂർ ജംഗ്ഷൻ്റെ അവിടുന്ന് ഏകദേശം നമുക്കൊരു 250 മീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 28 സെൻറ്റ് സ്ഥലം, 2600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അറ്റാച്ച് ടോയ്ലറ്റുള്ള ഒരു വീടാണ്. ഈ ജംഗ്ഷൻ്റെ അവിടുന്ന് വെറും 250 മീറ്റർ മാത്രമേ ഉള്ളൂ. ഈ മെയിൻ റോഡിൽ നിന്ന്, ഈ ഹൈവേയിൽ നിന്ന് വെറും 25 മീറ്റർ മാത്രമേ ഉള്ളൂ ആ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം. നമുക്ക് അതൊന്ന് കാണാം. ഈ മുണ്ടൂർ പരിസരത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, സ്കൂളുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്, എല്ലാം പരിസരത്തുണ്ട്. നല്ല ഒരു ജംഗ്ഷനാണ് അല്ലേ. നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കാണാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 28 സെൻറ്റ് 2600 സ്ക്വയർ ഫീറ്റ് ഇതാണ്. ഇതിന് ചുറ്റും മതിലുണ്ട്. ഇതിനകത്ത് 20ഓളം തെങ്ങ്, പ്ലാവ്, മാവ്, ചാമ്പയ്ക്ക എന്ന് വേണ്ട കൃഷിസ്ഥലത്തിലെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന വലിയൊരു ഗേറ്റാണ്. ഇവിടെ നോക്കിയാൽ കാണാം, വലിയൊരു ഗേറ്റാണ്. നമുക്ക് മുണ്ടൂർ മെയിൻ റോഡിൽ നിന്ന് വെറും 25 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആകെയുള്ള ദൂരം. വലിയൊരു ഗേറ്റ് ഉണ്ട്. നമുക്ക് 2ഓളം കാറുകൾ ഇതിനകത്ത് പാർക്ക് ചെയ്യാം. നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈല് പാകയുണ്ട്. ഇതൊരു കാർ പോർച്ചാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഇന്നോവ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ഒരു കാറ് പാർക്ക് ചെയ്യാം. വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായി നമുക്കൊരു സിറ്റ് ഔട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെറുനാരങ്ങ എന്ന് വേണ്ട എല്ലാം തന്നെ ഉണ്ട്. വീടിൻ്റെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചേന, അതുപോലെ കുരുമുളക്, മാവ്, തെങ്ങ് എന്ന് വേണ്ട കൃഷി ചെയ്യാൻ പറ്റിയില്ല ഒരുപാട്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണും ഒരുപാട് ചെടികളും എല്ലാം ഉണ്ട്. ചാമ്പയ്ക്ക എന്ന് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. വീടിൻ്റെ ചുറ്റും നമുക്ക് മതിലുണ്ട്. ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വീടിൻ്റെ പുറകുവശത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ കൃഷിസ്ഥലങ്ങളാണ് കൂടുതലും. ഇവിടെ നോക്കിയാൽ കാണാം നല്ല കൃഷിസ്ഥലങ്ങളാണ്. ഇതാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. പിൻവശത്ത് നോക്കിയാൽ നല്ല പാടശേഖരങ്ങളാണ് കാണാം. അത്രയും നല്ല കാറ്റ് അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഇതൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ നിറയെ മരങ്ങളാണ്. എല്ലാ മരത്തിനകത്തും ഏകദേശം കുരുമുളക് പടർത്തിയിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും നമുക്ക് മതിലുണ്ട്, ഫുള്ളായിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ബാക്ക് വശമാണ്. നമുക്കങ്ങനെ ബാക്കിലോട്ട് പോകാം. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴും അതേ രീതിയിലുള്ള പാടശേഖരങ്ങൾ നമുക്ക് കാണുന്നു. വീടിൻ്റെ അകം നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. ടോട്ടലായിട്ട് നമുക്ക് 28 സെൻറ്റാണ്, 2600 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ട്. 4 ബെഡ്റൂമാണ്. ഇത് വീടിൻ്റെ വേറൊരു വശം. വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്താണ്. വീടിൻ്റെ വലതുവശത്തുള്ള ഇത്രയും കൃഷിസ്ഥലങ്ങളുണ്ട്. ഇതിനകത്താണ് നമ്മൾ പറഞ്ഞത് 20ഓളം തെങ്ങ്, പ്ലാവ്, മാവ്, അങ്ങനെ പലതരം മാവുകളുണ്ട്, കുരുമുളകുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ കൃഷിയോട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു 28 സെൻറ്റിൽ ഇത്രയും സ്ഥലത്ത് ചുറ്റും മതിലോട് കൂടിയിട്ടുള്ളത്. നമുക്ക് 28 സെൻറ്റിനകത്ത് 2 കിണറുണ്ട്. വെള്ളത്തിനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വെള്ളം സുലഭമായി കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇങ്ങനെ നോക്കിയാൽ ഫുള്ളായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ചേന, അതുപോലെ കുരുമുളക്, കോഴീനെ വളർത്തുന്നുണ്ട്. ഇവിടെ ഒരു കിണറാണ്. ഇത്രയും സ്ഥലം അല്ല, ഇത് 2 കിണർ എന്ന് പറഞ്ഞത് നമ്മളിവിടെ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് ഒരു കിണർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ ഒരു കിണറുണ്ട്, ഫുള്ളായിട്ട് വെള്ളമുണ്ട്. നമ്മുടെ മതിൽക്കെട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ചുറ്റും മതിൽക്കെട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ നോക്കിയാൽ ഫുള്ളായിട്ട് മതിൽക്കെട്ടാണ്. ഇതിൻ്റെ പിന്നൊരു കിണർ നമുക്ക് ആ ഒരു ഭാഗത്താണ് ഇനി ഒരു കിണറുള്ളത്. അതുപോലെ ഇതിനകത്ത് നമുക്കൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് മീൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫിഷ് ടാങ്ക് നമുക്കിവിടെ കാണാം. ഇതിനകത്ത് മീനുണ്ട്. നമുക്ക് മീൻ വളർത്താനുള്ള സൗകര്യത്തിനുള്ളൊക്കെ മീൻ നമുക്ക് വലിയൊരു ടാങ്ക് ഉണ്ട്. നല്ല കൃഷി സ്ഥലങ്ങളാണ്. നല്ല മണ്ണും അതുപോലെ തെങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കായ്ഫലങ്ങളുള്ള തെങ്ങുകളാണ്. ഇത്രയും ഈ സൈഡ് ഒരു സ്ഥലം കാണുന്നല്ലേ. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വെറും 25 മീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോഴി വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണാം. എല്ലാം ചുറ്റും ഫെൻസിങ് വെച്ച് കെട്ടിയിട്ടുണ്ട്.
നമുക്ക് കോഴി വളർത്താനുള്ള സൗകര്യങ്ങൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ വീടിനകത്ത് തന്നെ ഉണ്ട്. ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട. അത്യാവശ്യം തേങ്ങ, മാങ്ങ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കോഴി വളർത്താനും മുട്ടയ്ക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ അവിടെ ഒരു കിണർ കണ്ടു അല്ലേ. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതുപോലുള്ള വീടിൻ്റെ തൊട്ട് കിടക്കുന്ന ഒരു കിണറാണ്. ഇതിനകത്തും ഫുള്ളായിട്ട് വെള്ളമുണ്ട്. മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്തും ഇതേ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണർ തന്നെയാണ് ഇത്. വീടിൻ്റെ വേറൊരു വശം ഇവിടെ നോക്കിയല്ലേ, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കാണുമ്പോൾ ഒരു വർക്ക് ഏരിയ, ചെറിയൊരു വർക്ക് ഏരിയ. ഇവിടെ വിശാലമായ ഒരു വർക്ക് ഏരിയ അവിടെ കാണാം, ഇത്രയും വലുപ്പമുള്ള വർക്ക് ഏരിയ. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾവശങ്ങളിലുള്ള 4 ബെഡ്റൂമുകൾ കാണാം. ഈ 4 ബെഡ്റൂം എന്ന ഉള്ളിൽ നല്ല സീലിംഗൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുള്ളതാണ്. 2600 സ്ക്വയർ ഫീറ്റിൽ ഓരോ ബെഡ്റൂമിനകത്തും നല്ല വൃത്തിയായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് കാണാം. വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷൂ റാക്കുകളും അതേപോലെ നേരെ ഗ്രാനൈറ്റ് പതിച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ നോക്കിയാൽ മോസ്കിറ്റോൻ്റെ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഏകദേശം സേഫ്റ്റിക്ക് വേണ്ടി മോസ്കിറ്റോൻ്റെ നെറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ റൂമിനകത്തും മോസ്കിറ്റോൻ്റെ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെട്ടിഫൈഡ് ടൈലാണ് താഴെ പതിച്ചിട്ടുള്ളത്. ഇത് ലിവിങ് സ്പേസാണ്. ഇവിടെ നമുക്ക് കർട്ടൻ ഇവിടെ കാണാം. അതുപോലെ സീലിംഗ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിനകത്തും ഡിസൈൻ ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഷോക്കേസ് കാണാം. അപ്പോൾ നല്ല അതിസുന്ദരമായ സീലിംഗ് അല്ലേ, നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ്. ലിവിങ് സ്പേസിനോട് നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് സ്പേസ് ഉണ്ട്. വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് കാണാം. ഏകദേശം 6 പേർക്കോളം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് സ്പേസ്, ഇത്രയും ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. വീടിൻ്റെ നമുക്ക് CCTV ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് CCTV എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റാണ്. ലിവിങ് സ്പേസിനോട് ചേർന്ന് നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കാണാം അല്ലേ. ആ ടോയ്ലറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ഈ വിശാലമായ ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്കൊരു ബെഡ്റൂം ഉള്ളത്. ലിവിങ് സ്പേസിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ ഒരു വലിയൊരു ബെഡ്റൂം കാണാം. ഇതിനകത്ത് അറ്റാച്ച് ടോയ്ലറ്റ് ഇല്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ സീലിംഗ് വർക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്ത് ഈ സീലിംഗ് നല്ല ഡിസൈൻ, ഇതിൻ്റെ മുകൾ വശത്ത് കംപ്ലീറ്റ് വാൾഡ്രോപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കബോർഡ് വർക്കുകൾ, ഫുള്ള് കബോർഡ് വർക്ക്. നമുക്ക് എല്ലാ തിങ്സും അതിനകത്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസ് ആ ഒരു ഭാഗത്തുണ്ട്. ആ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞ് നമ്മൾ ലിവിങ് സ്പേസ് കണ്ടു. അടുത്ത് കാണുന്നുണ്ട് ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസാണ്. ഇതിൻ്റെ സീലിങ്ങിൽ നോക്കിയാലും നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സീലിംഗ് സ്പേസ് ഇവിടെ ഡൈനിങ് സ്പേസിനകത്തും അതേപോലെ സീലിങ്ങിൽ നല്ല വർക്കുകളാണ് ചെയ്തിട്ട്. എല്ലാത്തിനകത്തും നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസുള്ള ഒരു വീട് തന്നെയാണ്. ഇനി നമുക്ക് പോകേണ്ടത്, അവിടെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. ഇവിടെ അതുപോലെയുള്ള രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച് ടോയ്ലറ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വിശാലമായ വലിയൊരു ബെഡ്റൂം നമുക്കിവിടെ കാണാം. ഇതിനകത്തും മേലെ കബോർഡ് വർക്കുകൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സീലിംഗ് നോക്കുകയാണെങ്കിലും ഈ ഒരു ബെഡ്റൂമിനകത്തും ഫുള്ള് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലുള്ള അറ്റാച്ച് ടോയ്ലറ്റാണ്. വിശാലമായ വലിയ ബെഡ്റൂം, ഇത് അറ്റാച്ച് ടോയ്ലറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. വിശാലമായ ടോയ്ലറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇനി കാണേണ്ടത് താഴത്തെ 2 ബെഡ്റൂം. ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്പേസിനകത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ട് വന്നു. ഇനി നമുക്ക് നേരെ പോകേണ്ടത് കിച്ചണിലോട്ടാണ്. കിച്ചണിലോട്ട് വരുന്നത് വിശാലമായ ഒരു കിച്ചണാണ്. നല്ല സ്പേസ് ഉണ്ട്. വലിയ ഒരു കിച്ചണാണ്. കിച്ചണകത്ത് മാത്രം നമ്മൾ സീലിങ്ങിൽ വർക്കില്ല. സാധാരണ നമ്മൾ കിച്ചണകത്തൊന്നും സീലിങ്ങിൽ വർക്ക് ചെയ്യാറില്ല. ഇവിടെ കബോർഡ് വർക്കുകൾ ഫുള്ളായിട്ട് കബോർഡ് വർക്കുണ്ട്. ഫുള്ള് കബോർഡ് വർക്കുണ്ട്. അതുപോലെ വിശാലമായ നമ്മളുടെ ഗ്രാനൈറ്റൊക്കെ പതിച്ചിട്ടുള്ള വലിയൊരു കിച്ചണാണ് ഈ ഒരു ഭാഗത്ത്. നല്ല സ്പേസ് ഉണ്ട്. ഇത് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ്. നമ്മളവിടെ വർക്ക് ഏരിയ കാണിച്ചിരുന്നു. പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ് അല്ലേ. വിശാലമായ ഒരു കിച്ചൺ. ഇനി നാളെ താഴത്ത് നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് നേരെ മുകളിലോട്ടുള്ള സ്പേസ് കാണാം. മുകളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ കൃഷി സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആയിട്ട് നല്ല രീതിയിൽ കാറ്റ് കൊള്ളുന്ന ഒരു ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. നേരെ നമ്മൾ മേലോട്ട് പോകാം. നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് കയറി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പാടശേഖരങ്ങൾ കാണാം. നല്ല തണുപ്പാണ്.
ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് മാത്രം നമ്മൾ വലിയ ചൂട് വരുന്നേ ഉള്ളൂ. അതിനൊന്നും നല്ല തണുപ്പുള്ള കാറ്റുകളുണ്ട്. ഇവിടെ ആ പാടശേഖരത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിന് നല്ലൊരു കുളിർ, ഹൈപ്പർ ടെൻഷനൊക്കെ മാറും ആ ഒരു ഭാഗം നോക്കുമ്പോൾ പ്രകൃതിയോട് അല്ലേ. ആ സ്റ്റെയർ കേസ് നമ്മൾ നേരെ അങ്ങോട്ട് കയറി മേലെ ഇങ്ങനെ കയറി വന്നാൽ നമ്മൾ ഏറ്റവും മേലത്തെ ഭാഗത്ത് ഇവിടെ നമുക്കുള്ളത് അതുപോലെ 2 ബെഡ്റൂമാണ്. ഇത് ഒരു ബെഡ്റൂമാണ്. ഇത്രയും വലുപ്പമുള്ള ഒരു ബെഡ്റൂമുണ്ട്. മുകളിൽ അതുപോലുള്ള സീലിംഗ് വർക്കുകൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് ഒരു ഓപ്പൺ ടെറസ്, വിശാലമായ ഒരു ഓപ്പൺ ടെറസ് കാണാം. ഇതിനകത്ത് ഏകദേശം 1500 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കുണ്ട്. വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിണറുണ്ട്. സുലഭമായി കിട്ടുന്ന വെള്ളം. അതുപോലെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ അവിടെ നിന്നാണ് ഈ സ്പേസ് കണ്ടത്. ഇവിടെ തെങ്ങും മാവും പ്ലാവും ചാമ്പയ്ക്കയും എല്ലാം നിൽക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാം നിൽക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും അതുപോലുള്ള മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. കൃഷിസ്ഥലം നമുക്ക് അവിടെ നിന്ന് കാണാം. ഈ ഒരു സ്പേസ് ഉണ്ട്. ഇതുപോലെ ഒരു സ്പേസ് അപ്പുറത്തെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അത് നമുക്ക് കാണാം. അവിടെ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തോട്ട് പോകുന്നത് ഇവിടെ ഒരു ഹാളാണ്. ഇത് നമുക്ക് ബെഡ്റൂമിന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷേ ഇതൊരു ഹാളാണ്. ഇതിലും അതിൽ വിശാലമായ ഒരു സ്പേസ് കാണാം. മുകളിൽ കംപ്ലീറ്റ് സീലിംഗ് വർക്ക് ഉണ്ട്. ഈ ഒരു ഹാളിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിനകത്തും അതുപോലെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു ബെഡ്റൂമിലോട്ടാണ്. ഇതും വിശാലമായ വലിയൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സീലിംഗ് വർക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം അതുപോലുള്ള ടോയ്ലറ്റ് നമുക്കിവിടെ കാണാം. ഇതും അറ്റാച്ച് ടോയ്ലറ്റാണ്. ഇനി ഈ ബെഡ്റൂമിനകത്ത് അതുപോലുള്ള ഒരു ഓപ്പൺ ടെറസ്, നമ്മളവിടെ ഓപ്പൺ ടെറസ് കണ്ടിരുന്നു. ഇതും അതുപോലുള്ള ഒരു ഓപ്പൺ ടെറസാണ്. ഈ ഓപ്പൺ ടെറസിൽ ഇരുന്നാലാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള ആംബിയൻസ് കാണാമെന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ അവിടുന്ന് എങ്ങനെ കാണുന്ന പാടശേഖരങ്ങളാണ്. ഏക്കർ കണക്കിന് പാടശേഖരങ്ങളും അവിടുന്ന് തണുത്ത കാറ്റുകളും ഇവിടെ വന്നിരുന്നാൽ കാണാം. നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഒഴിവാക്കണം എന്നുള്ള ഇവിടെ വന്നിരുന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ കാറ്റും ഇത് കിട്ടുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസാണ്. അല്ലെ വീടിൻ്റെ ഈ സൈഡ് നമ്മൾ കാണിച്ചിരുന്നു. ഇവിടെ കോഴി വളർത്തുന്നതും അതുപോലെ മാവും പ്ലാവും എല്ലാം നിൽക്കുന്നത്. ഇതിനകത്ത് അടയ്ക്കുണ്ട്, അതേപോലെ തേങ്ങുണ്ട്, മാവുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ടോട്ടലായിട്ട് നമുക്ക് 28 സെൻറ്റ് സ്ഥലമാണ്, 2600 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇപ്പോൾ നമ്മൾ 2 ഓപ്പൺ ടെറസ് കണ്ടല്ലോ, നല്ലൊരു ആംബിയൻസ് കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബാൽക്കണി ഉണ്ട്. നമ്മൾ ഈ ഹാളിൽ നിന്ന് കൊണ്ടുപോയി ഈ ഒരു ഭാഗം ഒരു ബാൽക്കണിയാണ്. നമ്മുടെ ബാൽക്കണി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാൽക്കണി കാണാം. ഇവിടെ നമ്മൾ കല്ലൊക്കെ പതിച്ചിട്ടുള്ള ഒരു ബാൽക്കണി. ഇത് ഫ്രണ്ടേജാണ്, വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നമ്മളിവിടെ നിന്നാണ് വന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടി ഇതിനകത്ത് CCTV മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വെറും 25 മീറ്റർ മാത്രമേ ഉള്ളൂ. ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു 150 മീറ്റർ നമ്മുടെ മെയിൻ ജംഗ്ഷൻ അല്ലേ. ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് വളരെ അടുത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. മുണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമേ ഉള്ളൂ. പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് വെറും 25 മീറ്റർ മാത്രമേ ഉള്ളൂ. 28 സെൻറ്റ് 2600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള അറ്റാച്ച് ടോയ്ലറ്റുള്ള ഈ കിടിലം പ്രോപ്പർട്ടി. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്ന, കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് എല്ലാം തന്നെ ഉണ്ട്. ഇതിനകത്ത് മരങ്ങൾ എന്ന് പറയുന്നത് പ്ലാവ്, തെങ്ങ്, മാവ്, അതേപോലെ സർവ്വസുഗന്ധി, പട്ട, ജാതിക്ക എന്ന് വേണ്ട, അപ്പുറത്ത് സപ്പോട്ട, വാഴ എല്ലാം തന്നെ ഉണ്ട്. 6 മാവുകളുണ്ട്. കണ്ണിമാങ്ങ തൊട്ട് 6 വെറൈറ്റി മാവുകളുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണാണ്, വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഒരു സൈഡ് നോക്കണം, നമ്മൾ നേരത്തെ കാണിച്ച അതേ രീതിയിലുള്ള ആംബിയൻസ് നമുക്കിവിടെ കാണാം. നല്ല തണുത്ത കാറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിലുള്ള 2600 സ്ക്വയർ ഫീറ്റ് 28 സെൻറ്റുള്ള പ്രോപ്പർട്ടി. ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ് അല്ലേ. ഹൈവേന്ന് വളരെ അടുത്താണ് ഈ പ്രോപ്പർട്ടി. 28 സെൻറ്റ് സ്ഥലമുണ്ട്.
അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടേണ്ട നമ്പർ 7736350383. അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് പിക്കേടി. ബൈ.